ഈ സ്റ്റെയർ കേസിൽ ചെയ്തെടുത്തിട്ടുള്ള വുഡ് എന്ന് പറയുന്നത് മർബോ എന്ന് പറയുന്ന വുഡാണ്, ഇമ്പോർട്ടഡ് വുഡാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. സൈഡ് ഫിക്സിംഗ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് ഫിക്സിംഗ് ആയിട്ട് ഗ്ലാസ് ഹാൻഡ് റെയിൽ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ നമ്മൾ പോളിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോളിഷിംഗ് ക്ലയൻറ്റ് സ്കോപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് റെയിൽ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വുഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2x2 ആണ്. 2 ഇഞ്ച് 2 ഇഞ്ചാണ് സൈസ്. ഒരു മാസ്റ്റർ പോസ്റ്റ് മാത്രം ഇങ്ങനെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന മർബോ വുഡ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ 25 mm ആണ് നമുക്ക് വുഡിൻ്റെ തിക്നെസ് കിട്ടുന്നത്. അത് ജസ്റ്റ് പ്ലെയിനർ അടിച്ച് നമ്മൾ ഒന്നും കൂടെ ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു 22 mm ഒക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ഫിനിഷിങ് കിട്ടുന്നത്. ഇവിടെ ലാൻഡിങ് അത്യാവശ്യം ഒരു ഏരിയ വരുന്നുണ്ട് ലാൻഡിങ്. അതുപോലെ തന്നെ മുകളിലോട്ടും ഒരു 6 സ്റ്റെപ്പ് മുകളിലോട്ടും ഉണ്ട്, ലാൻഡിങ്ങും ഉണ്ട്. താഴെ 12 സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ ഏകദേശം മുകളിൽ. അതുപോലെ തന്നെ ഇവിടെ 2 സൈഡിലെ ഗ്ലാസ് വരുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. മുകളിൽ 6 സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് വുഡ് തിക്നെസ് 1 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് സൈഡിൽ നിന്ന് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇരട്ടി തിക്നെസ് തോന്നും. ഏകദേശം 44 mm ഉണ്ട് ഈ ഭാഗം. ഇവിടെ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. അതായത് 1 ഇഞ്ച് തിക്നെസ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പലക. അതേ തിക്നെസ്സിൽ വരുന്ന ഒരു റീപ്പർ മാത്രം സൈഡിൽ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.